പച്ചക്കറികൾ കുറച്ചൊക്കെ വാങ്ങി വെക്കണ നേരത്താവട്ടാ ഞാൻ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാറ്. അങ്ങനെ എന്താ റോട്ടിൽ കൂടെ പച്ചക്കറി വേണ്ടി പോകുമ്പോ ഞാൻ എന്താ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. സബോളയും ഉരുളൻകിഴങ്ങും ഇതേ കൊട്ടയിൽ വെക്കണോണ്ട് അത് നേരെ കൊണ്ട് അവിടെ വെച്ചിട്ടാ. പിന്നെ ഫ്രിഡ്ജിലേക്കുള്ളത് ഇതേക്ക് എഴുതാൻ നിൽക്കാട്ടാ. കുറച്ച് പേര് ചോദിച്ചു തക്കാളി എന്തിനാ എത്ര കൂടുതൽ വാങ്ങി വെക്കണെന്ന്. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ കൂടുതൽ യൂസേജ് എന്തിനാണോ അത് ഞാൻ കഴിയുമ്പോഴേക്കും വാങ്ങി വെക്കാറുണ്ട് കേട്ടാ. ഫ്രിഡ്ജൊന്നും വലിയ രീതിക്ക് ക്ലീൻ ആക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടാ. കാരണം അപ്പൊ തന്നെ ക്ലീൻ ആക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഴുക്കായി കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല ഞാൻ ഓവറായിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ ഫുഡൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല കേട്ടാ. പിന്നെ ഈ പച്ചക്കറി സ്റ്റോക്ക് ചെയ്യാൻ പറ്റി ഈ സെറ്റ് നല്ല അടിപൊളിയാണ്. ഒരുപാട് വെജിറ്റബിൾസ് അതിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടാ. പിന്നെ അത് മാത്രമല്ല ഫ്രിഡ്ജ് ഇങ്ങനെ നിറഞ്ഞ് ബോറായിട്ടൊന്നും ഇരിക്കില്ല കേട്ടാ. നല്ല നീറ്റ് ആയിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കൂടി പറ്റും. പിന്നെ അത് മൊത്തത്തിലൊന്നും ഞാൻ തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ. സത്യം പറഞ്ഞ ഈ സമയത്ത് ഞാൻ തേജപ്പനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ എവിടെയൊക്കെ എപ്പോഴൊക്കെ ക്ലീൻ ആക്കാൻ നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ ഹെൽപ്പറായിട്ട് തേജോട്ട് ഉണ്ടാവാറ്. സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ലാസ്റ്റ് ആകുമ്പോഴേക്കും ആള് നൈസായിട്ട് സ്കിപ്പ് അടിക്കും. അങ്ങനെ അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.